കോട്ടയം ഏറ്റുമാനൂരിൽ വാൾ വീശിയും കത്തിമുനയിൽ നിർത്തിയും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പണവും മൊബൈലും കവർന്നു. ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം. 7 മൊബൈൽ ഫോണുകളും 1 ലക്ഷത്തിന് മുകളിൽ പണവുമാണ് മോഷണം പോയത്. ഏറ്റുമാനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. സനോജ്, ഈ പ്രതികളെക്കുറിച്ച് സൂചനകൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? അക്ഷയ്, ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ അഴിഞ്ഞാട്ടമെന്ന് വേണം പറയാൻ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഈ നാട്ടിലെത്തി പണിയെടുത്ത് ഉപജീവനമാർഗം കണ്ടെത്തി സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ ഒരു രാത്രിയിൽ ഒരുവറ്റം കൊള്ള സംഘമെത്തി തട്ടിക്കൊണ്ടുപോകുന്നത് പലപ്പോഴും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം കേട്ട് പരിചയമുള്ള ഒരു വാർത്തയാണ്. എന്നാൽ കേരളത്തിലെ ഈ ഏറ്റുമാനൂരിലാണ് ഇത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഇന്നലെ അർദ്ധരാത്രിയിൽ ഉണ്ടായത്. തൊഴിലാളികൾ താമസിക്കുന്ന ഇടത്തേക്ക് ഒരു 10-16 പരം സംഘങ്ങൾ വടിവാൾ വീശി മാരകായുധങ്ങളുമായി എത്തി ഈ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി കത്തിമുനയിൽ നിർത്തിയതിന് ശേഷമാണ് ഈ പാവങ്ങളുടെ മൊബൈൽ ഫോൺ തട്ടിയെടുത്തു കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായത്. 7 മൊബൈൽ ഫോണും അവരുടെ കൈവശമുണ്ടായിരുന്ന 1 ലക്ഷത്തിൽ പരം രൂപയുമാണ്. പല ആളുകളും കഴിഞ്ഞ കുറച്ച് ദിവസക്കാലമായി പണിയെടുത്തുണ്ടാക്കിയ സമ്പാദ്യം അവരുടെ ബാഗുകൾ ഉണ്ടായിരുന്നു. ആ ബാഗുകൾ ബലമായി പിടിച്ചു വാങ്ങിയതിനു ശേഷം അതിനകത്തുണ്ടായിരുന്ന പണം അപഹരിച്ചു. ചിലരുടെ പോക്കറ്റിലുണ്ടായിരുന്ന പണം പോക്കറ്റ് വലിച്ചു കീറിയും അപഹരിച്ചു എന്നുള്ളതാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. 16ഓളം ആളുകളാണ് വാഹനങ്ങളിലെത്തി വടിവാൾ വീശി ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ട് അഴിഞ്ഞാട്ടം നടത്തിയത് എന്നുള്ളതാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റുമാനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മലയാളികളാണ് ഈ കൊള്ളയ്ക്ക് പിന്നിൽ എന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. എന്തായാലും പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അക്ഷയ്. ശരി, സനോജാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.